മാമാങ്കം തരങ്ങണിക്ക് വേണ്ടി ചെയ്യുമ്പം രാത്രിയിൽ വെളുപ്പാങ്കാലത്ത് കാണാത്ര ട്യൂൺ വന്നത് മനസ്സിലാവും. തരങ്ങണി തിരുവനന്തപുരത്താണ്. അപ്പോഴ് എണീറ്റ് പറഞ്ഞു എനിക്ക് 2 ചിരട്ട വേണമെന്ന്. അപ്പോൾ എല്ലാവരും അന്തിച്ചു, എന്തിനാ ഇപ്പോൾ രാത്രി വെളുപ്പാങ്കാലത്ത് ചിരട്ട, എന്നില്ല എനിക്ക് ഇപ്പോൾ വേണമെന്ന് പറഞ്ഞിട്ട്. അതിനകത്ത് ഈ കുതിരയുടെ കുളമ്പടിയൊക്കെ ചിരട്ടയാണ് തുടക്കത്തില്. കാരണം അത് താഴെ ഒരു ഗണപതി കോവിലുണ്ട് അവിടെ, പിന്നെ എന്താ തരങ്ങണിയിൽ. അവിടുന്ന് അവരിപ്പോ ചിരട്ട കൊണ്ടുവന്നു രാത്രി. പിന്നെ അവിടെ യുദ്ധം നടക്കുന്ന മുഴുവനും പാത്രങ്ങളാ. എന്നുവെച്ചാൽ ആ രാത്രിയിൽ ഓർക്കസ്ട്ര വേറൊന്നും വിളിക്കാൻ പറ്റും. അതിന്റെ ആ പാട്ടിന്റെ തുടക്കത്തിൽ കുറെ അധികം സമയം ഈ കുളമ്പടിയും ഈ യുദ്ധവും കഴിഞ്ഞിട്ടൊരു വയലിൻ. അത് പിന്നെ അദ്ദേഹത്തെ രാത്രി വിളിച്ചു വരുത്തി, വെളുപ്പാങ്കാലത്ത് വന്നതാണ്. മറ്റതെല്ലാം രാത്രി തന്നെ ഈ ഭക്ഷണം കൊണ്ടുവന്ന കാരിയർ ഉണ്ടായിരുന്നു. കാരിയറിന്റെ കരണ്ടിയും ഇതൊക്കെ വെച്ചിട്ടാണ് ശരിക്കും പറഞ്ഞ മാമാങ്കത്തില് ഇത് വന്നിട്ട്. എന്നിട്ട് ഈ ചിരട്ടയും കാരിയറിന്റെ കരണ്ടിയുമാണ് പിന്നീട് നമ്മള് കേൾക്കുന്ന. അതിനകത്ത് ആ പാട്ട് പറയുമ്പം ഒരു വരി ബിച്ചു തിരുമല എന്ന എഴുത്തുകാരനെ കുറിച്ച് കൂടി എഴുതിയത്. ശരത്തേട്ടന് ഞാനും കൂടെ കഴിഞ്ഞ കുറെ നേരം പാട്ടിനെ കുറിച്ച് പറഞ്ഞു. ആ പാട്ടിന്റെ അനുപല്ലവിയിൽ എങ്ങനെ ഈ രവീന്ദ്ര മാഷ ഒരു സ്ഥലത്തൊരു ട്യൂൺ തുടങ്ങിയാൽ ആ അനുപല്ലവി തീരുമ്പോഴാണ് ആ ട്യൂൺ അവസാനിക്കുന്നത്. അതിനിടയ്ക്ക് ഒരു ബ്രേക്കും ഇല്ല. അല്ല, അത് ബിച്ചുവണ്ണൻ നല്ല കൃത്യമായിട്ട് കഥയും പറഞ്ഞിട്ടുണ്ട്. അതാ രസം. പോകുമ്പോൾ അരുവികളുടെ തീരത്തെ മാന്തുപ്പിൽ കുരുവികൾ ഓടേറും, കിളിമരമതിലങ്ങിങ്ങായി പൂച്ചൂടും കുറുമൊഴി മലരിന് സഖിയൊരുവൾ പൂന്നുള്ളാൻ പുലരിയിൽ ഇതുവഴിയെ വന്നീടും, അവളുടെ കവിളുകളിൽ കൂത്താടും കുറുനിര തടസ്സമിടും കാതിൽ നീ എന്റെ ആത്മകഥ ചൊല്ലിടേണം അതിനിന്നു നിന്റെ കൃപയേകുമെങ്കിൽ രവിവർമ്മ നിന്നെ എഴുതി പതിച്ച പടമുടനടി തരുമിവൻ അതിനൊരു പ്രതിഫലമായി.